PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 70/2025. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ ആക്കുക. ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാക്രമത്തിലാക്കുക. തന്നിരിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം, ഈഴവ മെമ്മോറിയൽ, പാലിയം സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931 ഈഴവ മെമ്മോറിയൽ 1896 പാലിയം സത്യാഗ്രഹം 1947 വൈക്കം സത്യാഗ്രഹം 1924 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ആദ്യം ഈഴവ മെമ്മോറിയൽ, പിന്നീട് വൈക്കം സത്യാഗ്രഹം, പിന്നീട് ഗുരുവായൂർ സത്യാഗ്രഹം, പിന്നീട് പാലിയം സത്യാഗ്രഹം. രണ്ടാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ചേറ്റൂർ ശങ്കരൻ നായർ. മൂന്നാമത്തെ ചോദ്യം, 1900 ഏത് വൈസ്രോയ്ക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? 1900 ഏത് വൈസ്രോയ്ക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, ലോർഡ് കേഴ്സൺ. നാലാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്നത് ആത്മവിദ്യാസംഘം, വാഗ്ബടാനന്ദൻ, അത് ശരിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി, സ്വദേശാഭിമാനി, അതും ശരിയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ആത്മാനുതാപം, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അഞ്ചാമത്തെ ചോദ്യം, സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ എ, വൈകുണ്ഠസ്വാമികൾ. ആറാമത്തെ ചോദ്യം, 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, DK കാർവേ. ഏഴാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, ചൗരി ചൗര സംഭവം. എട്ടാമത്തെ ചോദ്യം, സന്യാസി കലാപം നടന്നത് എവിടെയാണ്? സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, ബംഗാൾ. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ഉത്തരം ഓപ്ഷൻ ബി, ബോംബെ. പത്താമത്തെ ചോദ്യം, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, വില്യം ജോൺസ്. 11ാമത്തെ ചോദ്യം, ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെൻറ്റിലെ ഏത് സഭയിലാണ്? ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെൻറ്റിലെ ഏത് സഭയിലാണ്? ഉത്തരം ഓപ്ഷൻ ബി, ലോക്സഭയിൽ. 12ാമത്തെ ചോദ്യം, മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കാൻ കഴിയുന്നത്? മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുമെന്ന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ ബി, ഹൈക്കോടതി. 13ാമത്തെ ചോദ്യം, വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, 61ാം ഭേദഗതി. 14ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, കൺകറന്റ് ലിസ്റ്റ്.
15-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. അത് ശരിയാണ്. സ്ഥിരം സഭയാണ്. അതും ശരിയാണ്. 5 വർഷമാണ് സഭയുടെ കാലാവധി. അത് തെറ്റാണ്. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു. അതും തെറ്റാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. ലോകസഭയുടെ അധ്യക്ഷനാണ് സ്പീക്കർ. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 16-ാമത്തെ ചോദ്യം, വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ 2025 മെയ് 2. 17-ാമത്തെ ചോദ്യം, 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി JD വാൻസ്. 18-ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും ഒപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ VP മേനോൻ. 19-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ഗുൽസാരിലാൽ നന്ദ. 20-ാമത്തെ ചോദ്യം, ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ഉത്തരം ഓപ്ഷൻ സി ചൈന. 21-ാമത്തെ ചോദ്യം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആര്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി APJ അബ്ദുൽ കലാം. 22-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. 23-ാമത്തെ ചോദ്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി വാരണാസി. 24-ാമത്തെ ചോദ്യം, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ V നാരായണൻ. 25-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇന്ത്യയുടെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഹിരാക്കുഡ് മഹാനദിയാണ്. സർദാർ സരോവർ നർമ്മദ. കൃഷ്ണ രാജസാഗർ കാവേരി. നിസാം സാഗർ ഗോദാവരി. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. 26-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ അഗസ്ത്യമല. 27-ാമത്തെ ചോദ്യം, പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആര്? ഉത്തരം ഓപ്ഷൻ ബി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. 28-ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാണ്? തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കൊല്ലം മുതൽ ചെങ്കോട്ട. 29-ാമത്തെ ചോദ്യം, ഹിമാലയ പർവ്വത നിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് ഏതാണ്? ഹിമാലയ പർവ്വത നിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് ഏതാണ്? 1. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നു. അത് മൗണ്ട് സിൻഡ്രോമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. 2. ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു. അത് ശരിയാണ്. മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ മുതലായ കൊടുമുടികൾ ഹിമാദ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞുമൂടപ്പെട്ട പർവ്വതങ്ങൾ, അതും ശരിയാണ്. 4. നിരപ്പായ താഴ്വരകളായ ഡ്യൂണുകൾ കാണപ്പെടുന്നു. അത് തെറ്റാണ്. അത് മരുഭൂമിയിലാണ് കാണപ്പെടുന്നത്.
ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം സവിശേഷതകൾ അല്ല. 30ാമത്തെ ചോദ്യം, മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം ഏതാണ്? മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ഏത്? ഉത്തരം ഓപ്ഷൻ എ ബ്രഹ്മപുരം. 31ാമത്തെ ചോദ്യം, 2027 ഒളിമ്പിക്സ് ഇ സ്പോർട് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ സൗദി അറേബ്യ. 32ാമത്തെ ചോദ്യം, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. തന്നിരിക്കുന്നത് പാമ്പാടും ചോല, മതികെട്ടാൻ ചോല, ഇരുവികുളം, സൈലന്റ് വാലി. പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. മതികെട്ടാൻ ചോല 2003 ദേശീയോദ്യാനമായി മാറി. ഇരവികുളം നീലഗിരി താർ, സൈലന്റ് വാലി നീലഗിരി കുന്നുകൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 33ാമത്തെ ചോദ്യം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായി താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശിക വാദങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശിക വാദമായ ഉഷ്ണക്കാറ്റിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശിക വാദങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി ലൂ. 34ാമത്തെ ചോദ്യം, പെരിയാർ നദിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും കേരളത്തിൻ്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്ന നദിയാണ്. അത് ശരിയാണ്. പൗരാണിക കാലത്തെ ബാരിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് തെറ്റാണ്. പമ്പ നദിയാണ് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ടത്. 3. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. അത് ശരിയാണ്. മുതിരപ്പുഴ ഈ നദിയുടെ പോഷക നദിയാണ്. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 35ാമത്തെ ചോദ്യം, കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട്. 36ാമത്തെ ചോദ്യം, നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി പെരിയാർ ടൈഗർ റിസർവ്. 37ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി പുല്ലമ്പാറ. 38ാമത്തെ ചോദ്യം, കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ് ഏതാണ്? കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കരേവാസ് മണ്ണ്. 39ാമത് ചോദ്യം, ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നു. കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം ഓപ്ഷൻ സി മഴനിഴൽ പ്രദേശങ്ങൾ. 40ാമത് ചോദ്യം, വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായവ തിരിച്ച് അറിയുക. വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായവ തിരിച്ചറിയുക. 1. കല്ലടയാറിൻ്റെ പതനസ്ഥാനമാണ്. അത് തെറ്റാണ്. അഷ്ടമുടിയാണ് കല്ലടയാറിൻ്റെ പതനസ്ഥാനം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ്. അത് ശരിയാണ്. പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അത് വേമ്പനാട്ട് കായലിൻ്റെ ഒരു ഭാഗമാണ്. 3. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അത് ശരിയാണ്. മൺട്രോ തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായലാണ്. അത് തെറ്റാണ്.
അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും ഇടയിലാണ് മൺട്രോ തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ തെറ്റായ പ്രസ്താവനകളാണ് കണ്ടെത്താൻ പറഞ്ഞത്. 1ഉം 4ഉം തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ എ. 41ാമത്തെ ചോദ്യം, ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി. മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. 42ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്ന് അറിയപ്പെടുന്നതുമായ തുറമുഖം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്ന് അറിയപ്പെടുന്നതുമായ തുറമുഖം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, നീണ്ടകര. 43ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. കേരളത്തിൻ്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. കേരള വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളമാണ്. അത് തെറ്റാണ്. ആലപ്പുഴയാണ് ഏറ്റവും കുറവുള്ളത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ്. അതും തെറ്റാണ്. തൃശ്ശൂരിലെ പീച്ചിയാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശമാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 44ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് കരുമാടിക്കുട്ടൻ സ്മാരകം, ചന്ദ്രഗിരി കോട്ട, പുനലൂർ തൂക്കുപാലം, വാഗൺ ട്രാജഡി സ്മാരകം. പട്ടിക 2ൽ ജില്ലകളുമാണ് തന്നിരിക്കുന്നത്. കുരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ചന്ദ്രഗിരി കോട്ട കാസർഗോഡാണ്. പുനലൂർ തൂക്കുപാലം കൊല്ലം ജില്ലയിലാണ്. വാഗൺ ട്രാജഡി സ്മാരകം മലപ്പുറം ജില്ലയിലാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 45ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. 1. ബോക്സർ കലാപം അമേരിക്ക. അത് തെറ്റാണ്. ബോക്സർ കലാപം ചൈനയാണ്. ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക. അത് ശരിയാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ചൈന. അത് തെറ്റാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രാൻസ് ആണ്. രക്തഹരിത വിപ്ലവം ഇംഗ്ലണ്ട്. അതും ശരിയാണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി. 46ാമത്തെ ചോദ്യം, കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം ഏതാണ്? കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കോകില സന്ദേശം. 47ാമത്തെ ചോദ്യം, ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ച് എഴുതുക. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ച് എഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. 48ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായവ കണ്ടെത്തുക. 1. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട്. അത് ശരിയാണ്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. അതും ശരിയാണ്. 3. ആരും നിയമത്തിന് അതീതരല്ല. അത് ശരിയാണ്. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാകും. അത് തെറ്റാണ്. സംസ്ഥാന പൗരത്വം ഉണ്ടാവില്ല. അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളും ഉണ്ട്. അത് ശരിയാണ്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല. അത് തെറ്റാണ്. PSC തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. പക്ഷേ 1 ശരിയായ പ്രസ്താവനയാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങൾ ഉണ്ട്. 49ാമത്തെ ചോദ്യം, 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ചലച്ചിത്ര രംഗം. 50ാമത്തെ ചോദ്യം, 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ ഡി, സാറ ജോസഫ്.
51 ചോദ്യം. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ബി ഒഡീഷ. 52 ചോദ്യം. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ശാസ്താംപാറ. 53 ചോദ്യം. കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി ഫംഗസ്. 54 ചോദ്യം. നാഗപതിവെക്കൽ സെർപ്പന്റൈൻ ലെയറിംഗ് നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം ഏതാണ്? നാഗപതിവെക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കുരുമുളക്. 55 ചോദ്യം. മനുഷ്യ ശരീരത്തിൽ ആന്തരസംസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ആന്തരസംസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഹൈപ്പോതലാമസ്. 56 ചോദ്യം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി തിരുവനന്തപുരം. 57 ചോദ്യം. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ സി ആണ് അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 58 ചോദ്യം. സിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? സിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ പാകിസ്ഥാൻ. 1972 ജൂലൈ 2 59 ചോദ്യം. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഏതാണ്? യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്നത് കൂടിയാട്ടം, മോഹിനിയാട്ടം, കഥകളി, ഓട്ടൻതുള്ളൽ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്നവയിൽ ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. മുടിയേറ്റും കൂടിയേറ്റവുമാണ് യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ. 60 ചോദ്യം. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളാണ് ഇവ. തെറ്റാണ്. അത് കോൺകേവ് ദർപ്പണവുമായി ബന്ധപ്പെട്ടതാണ്. 2. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. അത് ശരിയാണ്. ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നു. തെറ്റാണ്. അത് കോൺകേവ് ദർപ്പണമാണ്. 4. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് ഇവ. അതും ശരിയാണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ. 61 ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തവും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. തന്നിരിക്കുന്നത് 1. ഇലക്ട്രോൺ ജെ തോംസൺ. അത് ശരിയാണ്. പ്രോട്ടോൺ ജെയിംസ് ചാഡ്വിക്ക്. അത് തെറ്റാണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് റൂദർഫോർഡാണ്. ന്യൂട്രോൺ റൂദർഫോർഡ്. അത് തെറ്റാണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക് ആണ്. ഇതിൽ ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി. 62 ചോദ്യം. താഴെ പറയുന്ന ദർപ്പണങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്? താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്? ഉത്തരം ഓപ്ഷൻ സി കെലാമിൻ. 63 ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു? തന്നിരിക്കുന്നത് ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. മാസ് നമ്പർ 1 ആണ്. ഹെൻറി കാവൻഡിഷാണ് ഈ മൂലകം കണ്ടെത്തിയത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് ഹൈഡ്രജൻ. 64 ചോദ്യം. താപപ്രേക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക. താപപ്രേക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക.
തന്നിരിക്കുന്നത് 1 തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നു, അത് ശരിയാണ്, അത് സംവഹനമാണ്. 2 തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നു, അതും ശരിയാണ്, ചാലനം, കണ്ടക്ഷൻ. 3 മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നു, അതും ശരിയാണ്, അതാണ് റേഡിയേഷൻ അഥവാ വികിരണം. ഇതിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ്, ഉത്തരം ഓപ്ഷൻ ഡി. 65-ാമത്തെ ചോദ്യം, 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ക്വാണ്ടം ഡോട്ട്. 2023 3 പേർക്കാണ് രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. മൗങ്കി ജി ബാവണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി യക്കിമോവ് എന്നിവർക്കാണ് ലഭിച്ചത്. 2024 ഡേവിഡ് ബക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജംബർ എന്നിവർക്കാണ് ലഭിച്ചത്. പ്രോട്ടീൻ ഡിസൈനിനാണ് അവർക്ക് രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. 66-ാമത്തെ ചോദ്യം, DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്നതിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഡോക്ടർ സമീർ വി കാമത്ത്. 67-ാമത്തേത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. 68 മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏതു വിഭാഗത്തിൽ പെടുന്നു? മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി, പ്രോട്ടോസോവ. 69-ാമത് ചോദ്യം, വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, സാൽമൊണെല്ല ടൈഫി. 70-ാമത് ചോദ്യം, രക്തത്തിൽ കാണപ്പെടുന്ന ഫേഗോസൈറ്റിക് കോശം ഏതാണ്? രക്തത്തിൽ കാണപ്പെടുന്ന ഫേഗോസൈറ്റിക് കോശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, മോണോസൈറ്റ്. 71-ാമത് ചോദ്യം, ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം എത്ര? ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി, 0.8 സെക്കൻഡ്. 72-ാമത് ചോദ്യം, എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേര് എന്താണ്? എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ എ, ലെപ്റ്റോസ്പൈറ. 73-ാമത് ചോദ്യം, ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേര് എന്താണ്? ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, BCG. 74-ാമത് ചോദ്യം, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എത്രയാണ്? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എത്ര? ഉത്തരം ഓപ്ഷൻ ബി, 9 to 11 mg. 75-ാമത് ചോദ്യം, മസ്തിഷ്കത്തെ പൊതിഞ്ഞ് കാണുന്ന സ്തരപാളി ഏതാണ്? മസ്തിഷ്കത്തെ പൊതിഞ്ഞ് കാണുന്ന സ്തരപാളി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, മെനിഞ്ചസ്. 76-ാമത് ചോദ്യം, മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ജീവകം കെ. 77-ാമത് ചോദ്യം, ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്ന്? ഉത്തരം ഓപ്ഷൻ സി, ജൂലൈ 28. 78-ാമത് ചോദ്യം, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, മിഠായി. 79-ാമത് ചോദ്യം, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, നെഗ്ലേറിയ ഫൈലേറി. അതിന് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നും വിളിക്കുന്നു.
80ാമത് ചോദ്യം 2023 കേരളത്തിലെ ആരോഗ്യമേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? 2023 കേരളത്തിലെ ആരോഗ്യമേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ഉത്തരം ഓപ്ഷൻ എ ആശാധാര. ഇനി പറയുന്നത് മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. ആൻസേഴ്സ് മാത്രം പറയുന്നുള്ളൂ. 81ാമത്തേത് ഓപ്ഷൻ സി ആണ് ഉത്തരം. 82 ഓപ്ഷൻ എ ആണ്. 83 ഓപ്ഷൻ ബി ആണ്. 84 ഓപ്ഷൻ എ ആണ്. 85 ഓപ്ഷൻ ബി ആണ് വരുന്നത്. 86 ഓപ്ഷൻ സി ആണ്. 87 ഓപ്ഷൻ ഡി ആണ്. 88 ഓപ്ഷൻ ബി ആണ്. 89 ഓപ്ഷൻ ബി ആണ്. 90 ഓപ്ഷൻ ഡി ആണ്. 91 ഓപ്ഷൻ എ ആണ്. 92 ഓപ്ഷൻ ബി ആണ്. 93 ഓപ്ഷൻ സി ആണ്. 94 ഓപ്ഷൻ ഡി ആണ്. 95 ഓപ്ഷൻ സി ആണ്. 96 ഓപ്ഷൻ ബി ആണ്. 97 ഓപ്ഷൻ സി ആണ്. 98 ഓപ്ഷൻ ബി ആണ്. 99 ഓപ്ഷൻ സി ആണ്. 100 ഓപ്ഷൻ സി ആണ്. ഈ വീഡിയോയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റുകളും രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.